2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മതേതര കേരളം നൽകിയ അതിശക്തമായിട്ടുള്ള ജനവിധിയുടെ അതിനേക്കാൾ ബലം നൽകുന്ന ജനവിധിയാണ് 2025 ഡിസംബർ 13 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി കേരളത്തിലെ ജനം വിധിയെഴുതിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ശബരിമല വിശ്വാസികളുടെ അതിശക്തമായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചിട്ടുണ്ട്. ഗവൺമെന്റിനെതിരായിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയിൽ വളരെയധികം പ്രകടമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നത്തെ ജനവിധിയോടുകൂടി ഒരു കെയർ ടേക്കർ മുഖ്യമന്ത്രിയുടെ പദവിയിലേക്ക് ജനത്തിൻ്റെ മുമ്പിൽ മാറിയിരിക്കുകയാണ്. ആ കെയർ ടേക്കർ പദവി 2026 മെയ്യിൽ UDF മുഖ്യമന്ത്രി വരുന്നത് വരെയുള്ള കാവൽ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക ഭരണകൂട ജനവിധി, ഇടതുപക്ഷത്തിനെതിരെ ഇത്രയും കനത്ത ജനവിധി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ജനവിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇനി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ വാസുവിനെയും പത്മകുമാറിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നടപടി സ്വീകരിക്കുമോ എന്ന് കേരളത്തിലെ ജനതയോട് വ്യക്തമായി തുറന്നു പറയണം. ഈ ജനവിധിയുടെ പാഠം ശബരിമല കൊള്ള സംഘത്തെ സംരക്ഷണ കവചമൊരുക്കിയ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ജനവിധി കൂടിയാണ്. ഇതിനേക്കാൾ കനത്ത ജനവിധിയായിരിക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കടന്നു വരാൻ പോകുന്നത്. തെറ്റ് തിരുത്താനല്ല ഇടതുപക്ഷം പോയത്, തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റുകളിലേക്ക് കടന്നുപോകുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ആകെ സ്വീകരിച്ചത്. ഇതിൽ മുഖ്യമന്ത്രിയോടൊരു ചോദ്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് കേരളത്തിൻ്റെ മതേതര മനസ്സിന് മുറിവേൽപ്പിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. വർഗീയതയെ താലോലിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച സമീപനം, അതിന് ജനം നൽകിയ അതിശക്തമായിട്ടുള്ള ജനവിധിയാണ് ഈ ജനവിധിയുടെ പാഠം. ഭൂരിപക്ഷ വർഗീയതയെ ഒരു സന്ദർഭത്തിൽ താങ്ങുകയും ന്യൂനപക്ഷ വർഗീയതയെ ഒരു സമയത്ത് താങ്ങുകയും തരാതരം പോലെ വർഗീയ രാഷ്ട്രീയം കാണിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ സമീപനത്തിനേറ്റ തിരിച്ചടിയാണ് ഈ ജനവിധി എന്നുള്ളത്. നേരത്തെ അവിടെ സൂചിപ്പിച്ചു, പരാജയപ്പെട്ട മേഖലകളിലുള്ള പരാജയത്തിൻ്റെ കാരണങ്ങൾ ശക്തമായി പരിശോധിക്കുകയും വിജയിച്ച എല്ലായിടങ്ങളിലും ഏറ്റവും നല്ല സൽഭരണം കാഴ്ചവെക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും. കൽപ്പറ്റ അസംബ്ലി മണ്ഡലത്തിൽ ഇടതു കോട്ട എന്നറിയപ്പെടുന്ന വൈത്തിരി ഉൾപ്പെടെ പിടിച്ചെടുത്തത് വൈത്തിരി, പൊഴുതന, വെങ്ങപ്പള്ളി ആധികാരികമായ വിജയമാണ് ഉണ്ടായത്. ഈ ജനവിധി ജനങ്ങൾ നൽകിയിരിക്കുന്ന ഈ മാൻഡേറ്റ്
വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ജനാഭിമുഖ്യമുള്ള ഭരണ സംവിധാനം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട്